ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമ്മളൊരു ചെമ്മീൻ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്ന ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി. പക്ഷെ ഇന്ന് നമ്മൾ ഫിഷിൽ നമ്മുടെ കിങ്ഫിഷ്, അതായത് ഐക്കോർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. ഫിഷ് ബിരിയാണിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ ഒരു ഐക്കോറ വെച്ചിട്ടുള്ള ബിരിയാണി. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫിഷ് ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിഷിനെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. നമ്മളിവിടെ 1 കിലോ കിങ് ഫിഷ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. ഈ ഒരു സൈസിലാണ്, അത്യാവശ്യം കുറച്ച് വലിയ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതാക്കാം കേട്ടോ. പക്ഷെ ഇങ്ങനെ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉള്ളതാണ് ഫിഷ്. അപ്പോൾ കുറച്ച് വലുതായി ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് ഞാൻ വാഷ് ചെയ്ത സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്തെടുത്തുള്ളത്. പിന്നെ ഫിഷ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഓരോ പീസ് വാഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, അതിങ്ങനെ മുറിഞ്ഞു പോവാതിരിക്കാൻ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം കംപ്ലീറ്റ് വാർത്തെടുക്കുക. എന്നതിന് ശേഷം നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മസാല പുരട്ടിയിട്ട് വെക്കണം, ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മസാലപ്പൊടികളാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ ബിരിയാണിയിൽ നമ്മൾ മസാല തയ്യാറാക്കുമ്പം എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് വരെ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ചേർക്കാട്ടോ, ഒരുപാട് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ നമ്മളൊരു 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി വേണം, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മസാല പുരട്ടുന്ന സമയത്ത് തന്നെ ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർക്കാം. ഒരു ഏകദേശം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഗരം മസാല പൗഡറിനൊക്കെ സ്മെല്ലിൽ വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല കളർ വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1.5 ടീസ്പൂണോളം വൈറ്റ് വിനീഗർ, അതായത് നമ്മുടെ സുർക്ക ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്, അതായത് നമ്മുടെ വെളിച്ചെണ്ണ. നമ്മളിങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ കൂടെ ചേർത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഏകദേശം ഒരു 1 ടീസ്പൂണോളം നമ്മുടെ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ശേഷം ഓരോ ഫിഷിലായിട്ട് ചേർത്തിട്ട് ഇതുപോലെ എല്ലാ ഫിഷിലും നമ്മൾ തേച്ച് പിടിപ്പിക്കാം. ഓരോ ഫിഷിലായിട്ട് തന്നെ ചേർക്കണം കേട്ടോ, കാരണം നമ്മൾ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഓരോ ഫിഷിലായിട്ട് നമ്മൾ അത് തേച്ച് പിടിപ്പിക്കാം. ഇത് ഒരു ഭാഗത്ത് നമ്മളൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മിനിമം 30 മിനിറ്റ് കേട്ടോ. അപ്പോൾ അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം. നമ്മളിവിടെ 4 കപ്പ് ബസ്മതി റൈസ് ആണ് എടുക്കുന്നത്. നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 4 കപ്പ് ബസ്മതി റൈസ് ആണ്. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം കുതിർത്തിട്ട് വെക്കുക, ഒരു 30 മിനിറ്റ് കുതിർത്തിട്ട് വെക്കുക. അപ്പോൾ അതും ഒരു ഭാഗത്ത് റെഡിയാക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ഫ്രൈ പാനും എടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, സവാള ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ ഇതിൽ ബാക്കി വരുന്നതിലാണ് പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനും മസാല തയ്യാറാക്കാനൊക്കെ പോകുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പ്യുവറായിട്ടുള്ള നെയ്യ് കൂടെ ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 10-25ഓളം നമ്മുടെ കിസ്മിസ്, അതായത് ഉണക്കമുന്തിരി ചേർത്തിട്ട് കൊടുക്കാം. അത് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. കളർ മാറിയിട്ട് ബ്ലാക്ക് ആവാൻ നിൽക്കരുത് കേട്ടോ, കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണിയിൽ കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ റൈസിൻസ് ഇതിൽ നിന്ന് കോരിയിട്ട് എടുക്കണം, ഹാർഡാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ ഒരു 10-15ഓളം കാഷ്യൂനട്ട്. ഇതിലൊന്നും കറക്റ്റ് ഒരു അളവൊന്നുമില്ല, നമുക്ക് നമ്മുടെ ബിരിയാണിയിൽ എത്രത്തോളം കഴിക്കാൻ വേണോ അതിനനുസരിച്ചിട്ടൊക്കെ ചേർക്കാം. ഇതും ഒരു ലൈറ്റ് ഷെയ്ഡാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മളിത് കോരിയിട്ട് എടുക്കാം. ഒരുപാട് കരിഞ്ഞ കളറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഒരു 2 മീഡിയം സൈസായിട്ടുള്ള സവാള എടുക്കാം. അത് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിക്ക് അരിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടൂല. മാത്രമല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള 2 മീഡിയം സൈസായിട്ടുള്ള സവാളയാണിത്. അപ്പോൾ അത് ഈ ഒരു ഓയിൽ ചേർത്തിട്ട് ഒരു കളർ ചേഞ്ച് ആവുന്നവരെയൊക്കെ നമുക്ക് നല്ല തീയിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ, അതിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയിട്ട് എടുക്കാം. പിന്നെ ബാക്കി ആ ഒരു ചൂടിൽ കിടന്നിട്ട് കൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ക്രിസ്പി ആവും. അപ്പം നന്നായിട്ട് കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇതും നമ്മൾ ഓയിലിൽ നിന്ന് കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ഒരു ഭാഗത്ത് റെഡിയാക്കിയിട്ട് വെക്കുക.
ഇനി നമ്മുടെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നെയ്ച്ചോറ് ചെയ്യുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഊറ്റിയെടുക്കുന്ന രീതിയും ചെയ്യാം. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി നമ്മൾ നെയ്ച്ചോറ് ചെയ്യുന്ന പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഇന്ന് ഞാനിവിടെ ഊറ്റിയെടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് ഉപ്പ് ചേർക്കാം. ഈ ഒരു ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കണം ഈ ഒരു വെള്ളത്തിൽ, എങ്കിലും നമ്മൾ റൈസ് ചേർത്തിട്ട് ഊറ്റിയെടുക്കുമ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിതിലേക്ക് സ്പൈസസ് ചേർക്കുകയാണ്. ആദ്യം തന്നെ 2 ചെറിയ ബേ ലീഫ് ചേർത്തിട്ട് കൊടുക്കാം. ഇത് പൊടിഞ്ഞു പോയതാണ് കേട്ടോ ബേ ലീഫ്, 2 ചെറുത് മതി. അതായത് നമ്മുടെ കറുകയിലാണ് കേട്ടോ ബേ ലീഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്പൈസസ് 2-3 ചെറിയ കഷ്ണം നമ്മുടെ പട്ട, സിനമൺ സ്റ്റിക്ക്, പിന്നെ ഒരു 5-6 ഏലക്ക, അതുപോലെ തന്നെ 5-6 ഗ്രാമ്പു ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഷാജീര. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ നല്ലതാണ്. അത്രയും ചേർക്കാം. ഇനി നമ്മൾ ഈ വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബസ്മതി റൈസ്, 4 കപ്പ് ബസ്മതി റൈസ് ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പം ഈ 4 കപ്പ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 8 കപ്പിൽ കൂടുതൽ വെള്ളം ചേർക്കണം കേട്ടോ, ഊറ്റിയെടുക്കുന്ന രീതി ചെയ്യുമ്പം. ഇതെന്തായാലും ഇത് തിളച്ച് വരട്ടെ. ഇതിന് ശേഷമാണ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബിരിയാണി റൈസ്, അതായത് ബസ്മതി റൈസ് ചേർക്കുന്നത്. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാൻ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ നമ്മുടെ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. ആ വെള്ളത്തോട് കൂടിയിട്ട് ചേർക്കരുത് കേട്ടോ, കാരണം ആ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൈസിൽ ഉപ്പുണ്ടാവില്ല. അപ്പോൾ അത് വാർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും റൈസ് ചേർത്തതിന് ശേഷം നമ്മളിത് ഒരു 85% ആവുന്നവരെ കുക്ക് ചെയ്യണം. മുഴുവനായിട്ടും കുക്ക് ചെയ്യണ്ട, കാരണം നമ്മൾ ദം ചെയ്യില്ല, അപ്പം എന്തായാലും കുക്കാവുമല്ലോ. അപ്പോൾ ഒരു 85% റൈസ് കുക്കാവുന്ന വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിങ്ങനെ ശ്രദ്ധിക്കണം പ്രത്യേകം, അതല്ലെങ്കിൽ നമ്മുടെ റൈസ് ഓവറായിട്ട് കുക്കായിട്ട് പോകും. നമ്മളിങ്ങനെ പിടിച്ചിട്ട് നോക്കുമ്പം പെട്ടെന്ന് അങ്ങനെ കട്ടായി പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ആ രീതിയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതൊരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് കുക്കായി വരുന്നവരെ ഒരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ആ ഒരു റൈസിൻസും എല്ലാം കൂടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിൽ ഉണ്ടല്ലോ, അതിനകത്തേക്ക് വീണ്ടും ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മസാല തേച്ച് വെച്ചിട്ട് ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഫിഷ് പീസസ് ആയിട്ട് ഇതിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനേ പാടുള്ളൂ. ഹാർഡായി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയിലും അത് നന്നായിട്ട് ഹാർഡായിട്ട് ഇരിക്കും, മസാലയുടെ കൂടെ മിക്സ് ചെയ്യുമ്പം ഓവറായിട്ട് കുക്കായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു വശം ജസ്റ്റ് ഇതാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പം നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ടെൻഷനൊക്കെ ഉള്ളവരാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് നിന്നാൽ മതി കേട്ടോ. ഇത് 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്കായിട്ട് നമുക്ക് വാർത്തെടുക്കാം. അതുപോലെ ഫിഷ് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഇത് അത്രയും ആയാൽ മതി. ഭയങ്കരമായിട്ട് നമ്മൾ സാധാരണ ചോറിലേക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ രീതിയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ റൈസ് ഇതോടെ കുക്കായിട്ടുണ്ട്, നമുക്കത് വാർത്തെടുക്കാം. സ്ട്രെയിനറിലൂടെ ഒന്ന് വാർത്തിട്ടെടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടെ വലിയ സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. പെട്ടെന്ന് വാർത്തെടുക്കണം, പിന്നെ വെള്ളത്തിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ആകുമ്പോഴും പിന്നെ വീണ്ടും അത് കുക്കായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അത് വാർത്തെടുത്തിട്ട് പറ്റുകയാണെങ്കിൽ കുറച്ച് വലിയ പാത്രത്തിലൊന്ന് പരത്തി വെച്ച് കൊടുക്കുക, ആ ഒരു ചൂടിൽ കിടന്നിട്ട് അത് വീണ്ടും കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്തു, ബാക്കിയുള്ള കൂടെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. അത്രയും ഓയിൽ ഇതിനകത്ത് ബാക്കിയുണ്ട്. ഇത് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുക്കാവുന്നതാണ്. പക്ഷെ അതിലുള്ള ആ ഒരു കരിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് അടിഞ്ഞു കൂടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലൊരു വലിയ പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ നെയ്യ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ്, പ്യുവർ ആയിട്ടുള്ള നെയ്യ് കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ബിരിയാണിയുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചെടുത്ത് ചേർത്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചി നമ്മുടെ ചെറിയ വെല്ലിൻ്റെ ഒരു 2 അത്രയും സൈസുള്ള 2 പീസ്, അതുപോലെ വെളുത്തുള്ളി ഒരു 8 ഇതളുകൂടെയാണ് എടുത്തിട്ടുള്ളത്, 8 അല്ലി കേട്ടോ, 8 അല്ലി കൂടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചതച്ചെടുത്തതാണ്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ 4.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും എല്ലാം കൂടിയിട്ട് കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 അത്യാവശ്യം നല്ല സൈസുള്ള സവാള, അത്യാവശ്യം മീഡിയം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നല്ല സൈസുള്ള സവാളയാണ്, നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ചേർക്കാം.
എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയിട്ടെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വഴറ്റിയെടുക്കാൻ പറ്റും. ഉപ്പ് ചേർത്തി കഴിഞ്ഞാൽ നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു മസാല, ഫിഷ് ബിരിയാണിയുടെ മസാല എന്ന് പറയുമ്പോൾ നന്നായിട്ട് വഴണ്ടി കിട്ടണം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തില്ലേ, ആ ഓയിൽ ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ ആ ഒരു കരിഞ്ഞിട്ടുള്ള പാർട്ടൊന്നും വേണ്ട കേട്ടോ. അത് അടിഞ്ഞു കൂടിയിട്ട് പിന്നെ ബാക്കിയുള്ളത് ഫിൽറ്റർ ചെയ്തിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സവാള നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ, 1/2 ടീസ്പൂൺ മതി. പിന്നെ നമ്മൾ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. വലിയ എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളറേ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കൂടരുത് കേട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ബിരിയാണി മസാല പൗഡറാണ്. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡറാണ്. അത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർത്തിട്ട് കൊടുക്കാം. അതും നിങ്ങളുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ചേർത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നന്നായിട്ട് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ ഒരു വലിയ തക്കാളി, അതല്ലെങ്കിൽ 2 ചെറിയ തക്കാളി, ഇതിപ്പോൾ ഞാൻ വലിയ ഒരു തക്കാളിയാണ്, നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തത് കൂടെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയിട്ട് കൊടുക്കാം. ഈ തക്കാളി നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ കൂടെ കൊണ്ട് മിക്സ് ആവുന്ന വരെ വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഇത് വഴറ്റിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങ, ഒരു മുഴുവൻ നാരങ്ങ എടുക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഈ ഒരു ഫിഷ് ബിരിയാണിയുടെ മസാലയിൽ നമ്മൾ വളരെ കുറഞ്ഞ തൈരേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു നാരങ്ങ മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർക്കാം. ഒരു മീഡിയം സൈസായിട്ടുള്ള നാരങ്ങയാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ നല്ലപോലെ കണ്ടോ മസാല, ആ ഒരു സവാളയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, എന്നാലും കുറച്ച് ഇരുന്നാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫിഷ് ബിരിയാണിയിൽ കറിവേപ്പില ഇരിക്കുമ്പം. പിന്നെ കുറച്ച് നമ്മുടെ മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ മിൻറ്റ് ലീഫ് അരിഞ്ഞതും. മല്ലിയിലയാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. നമ്മുടെ പുതിനയില, അതായത് മിൻറ്റ് ലീഫ് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അധിക പേർക്കും അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ മല്ലിയില കൂടുതൽ എടുക്കാം. അപ്പോൾ മസാല ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഉപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മളിവിടെ ഒരു 1 ടീസ്പൂൺ വീണ്ടും കുരുമുളകിൻ്റെ പൊടി ചേർക്കുകയാണ്. തരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയാണ്. ഇതിപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിൽ എന്തിനാണ് ചേർത്തിയാൻ കരുതുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴത്തേക്കൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും മസാലയ്ക്ക് കുരുമുളകിൻ്റെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഒരു 2.5 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ. ഇനിയിപ്പോൾ തേങ്ങയൊന്നും കയ്യില്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഉണ്ടല്ലോ കിട്ടുന്നത്, അത് കുറച്ച് ചൂടുവെള്ളത്തിൽ നല്ല കട്ടിക്ക് കലക്കിയെടുത്തിട്ട് ഒഴിച്ചാലും മതി. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾ ഫിഷ് ബിരിയാണി ചെയ്യുമ്പം ഇതുപോലെ തേങ്ങാപ്പാൽ ഇത്തിരി ഒഴിച്ച് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് തൈര് ചേർക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ മതി, അതിലേറെ വേണ്ട. നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി ചെയ്യുന്ന അത്ര തൈര് ചേർക്കേണ്ടതില്ല. 1.5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മസാല മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് ഇതിൽ വെക്കുമ്പം ഈ ഒരു മസാലയുടെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എരിവും ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷും ബാക്കി അതിലുള്ള ഓയിലൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ലെയറായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു മസാല വെച്ചിട്ട് അതിനൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അതായത് നമ്മുടെ ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം ഫിഷിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ അതൊന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആക്കി വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ വളരെ ചെറിയ തീയിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഫിഷിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് മതി. വളരെ ചെറിയ തീയിൽ കേട്ടോ, ഒരുപാട് വലിയ തീയിലൊന്നും ഇട്ട് പോകരുത്. കാരണം നമ്മുടെ മസാല പിന്നെ ദം ചെയ്യാനാകുമ്പോഴത്തേക്ക് ഒരുപാട് വറ്റിയിട്ട് പോകും അതിനകത്തുള്ള ആ വെള്ളം. അപ്പോൾ 2 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണവരെ വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഫിഷിൻ്റെ മസാല, നമ്മുടെ ബിരിയാണിയുടെ ഫിഷ് മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അതായത് നമ്മൾ ബിരിയാണി ലെയർ ഇല്ലേ ദമ്മിടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൻ്റെ ആ ലെയറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ പീസസ് ആയിട്ടുള്ളതൊക്കെ എടുക്കാം. കാരണം ഇൻ കേസ് നമ്മുടെ ബിരിയാണി അടി പിടിക്കുകയാണെങ്കിൽ ആ ഫിഷ് പീസസ് ഒന്നും നാശമാവണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പീസസൊക്കെ എടുക്കുക. പിന്നെ സെൻറ്റർ കുറച്ച് മാറ്റി ഗ്യാപ്പ് ഇടുക, അതായത് മസാല വെക്കുക. സെൻറ്ററിൽ ഫിഷ് വെക്കണ്ട, മസാല വെക്കുക. അതൊക്കെ നമ്മളൊരു എന്താ പറയുക, ഒരു മുൻകൂർ ജാമ്യം പോലെ എടുക്കുന്നതാണ് കേട്ടോ. ഇൻ കേസ് കരിഞ്ഞ് പോവുകയോ അതിൽ അടി പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഫിഷ് നാശമാണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. 2-3 ചെറിയ പീസ് ഫിഷ് ഞാൻ താഴെ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി നമ്മൾ സാധാരണ ദം ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതുപോലെ വലിയ പാത്രത്തിലേക്ക് നമ്മുടെ ബിരിയാണി റൈസ്, നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടും ഒട്ടി പിടിക്കാതെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ സാധാരണ നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് റൈസ് ആദ്യം ചേർത്തിട്ട് കൊടുക്കുക. ഇതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള അതിൽ നിന്നൊക്കെ കുറേശ്ശെ എടുത്തിട്ട് ചേർത്തിട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ മല്ലിയില, പുതിനയില അതും കുറേശ്ശെ ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ തരിതരിപ്പായി പൊടിച്ചെടുത്തുള്ള കുരുമുളകിൻ്റെ പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ബിരിയാണി പൗഡർ കൂടെ ഒന്ന് തൂവി കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ മസാല, നമ്മുടെ ഫിഷ് മസാല വെച്ചിട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചോറ് ഇതിന് മുകളിലായിട്ട് നമ്മൾ ലെയർ ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ എല്ലാ ബിരിയാണിയും ചെയ്യുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ടിപ്പോൾ നമ്മൾ മുഴുവനായിട്ട് റൈസ് വെച്ച് കഴിഞ്ഞു. അതൊന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയറിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ കുറച്ച് പാല് ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂവ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് ചേർത്തിട്ടുള്ള ഓറഞ്ച് ഫുഡ് കളറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാലിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, റൈസിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, നമ്മുടെ സവാള, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില നമ്മൾ ആദ്യം ചേർത്തിയ പോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു വളരെ കുറച്ച് ബിരിയാണി മസാല പൗഡർ, അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറൊക്കെ നോക്കിയിട്ട് വളരെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് നെയ്യ് ചേർക്കണം. നമ്മളിത് വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് റൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റൈസിൽ കുറച്ച് നെയ്യ് ഇരിക്കുമ്പോഴല്ലേ ടേസ്റ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂണോളം നെയ്യ് നമ്മൾ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഫിഷ് ബിരിയാണി ദം ചെയ്യാനുള്ള എല്ലാം നമ്മൾ ചേർത്തിട്ട് കഴിഞ്ഞു. എല്ലാം നമ്മൾ ഓരോ ലെയറിലും ചേർത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബിരിയാണി ദം ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ. തീയിൽ വെച്ചിട്ട് ചെയ്യരുത്. ഇതെല്ലാം സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്ലെയിമിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവ് വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ വേണം ദം ചെയ്യാം കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്താൽ തന്നെ മതി, ഒട്ടും സ്റ്റീമൊന്നും പുറത്തു പോവില്ല. ഒരു ഫോയിൽ പേപ്പർ വെക്കുക. ഇതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ലിഡ് വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ലിഡിൻ്റെ ഈ ഒരു ഹോള് കാണുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കാം. ഒട്ടും തന്നെ സ്റ്റീം പുറത്ത് പോവാതെ നന്നായിട്ട് ആ ഒരു റൈസിലേക്കൊക്കെ ആ മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമ്മളത് ദം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ദോശത്താവ എടുത്തിട്ട് ചൂടാക്കുക. ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി പോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂടിൽ ഒരു മിനിറ്റ് 1-2 മിനിറ്റ് നല്ല ചൂടിൽ തന്നെ വെക്കുക. നല്ലൊരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ശേഷം നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്യാം. പിന്നെ നമ്മൾ ചിക്കൻ ചെയ്യുന്ന അത്രയും സമയമൊന്നും ചെയ്യണ്ട കേട്ടോ. നമ്മുടെ നമ്മളൊരു 15 മിനിറ്റിന് ശേഷം നമ്മളിവിടെ ദം ചെയ്തതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് തുറക്കുന്നത് കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ടാട്ടോ. ഒരു 30 മിനിറ്റ് എങ്ങാനും കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത്. പക്ഷേ ഒരു 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് റൈസ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മുകളിലുള്ള ആ ഒരു റൈസ് മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതെല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട. കാരണം ഫിഷാണ്, പെട്ടെന്ന് ഉടഞ്ഞിട്ട് പോകും. അപ്പോൾ മുകൾ വശത്തുനിന്ന് കുറേശ്ശെ ആയിട്ട് റൈസ് എടുത്തിട്ട് ഒരു വേറെ പാത്രത്തിലാക്കാം. പിന്നെ സെർവ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. റൈസ് വേറെയും ഫിഷ് വേറെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാം കൂടെ ആ ഒരു ഫിഷിൻ്റെ മസാല റൈസായിട്ട് മിക്സ് ചെയ്യുന്ന അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ആ ഒരു റൈസിലേക്ക് നമ്മുടെ ഫിഷ് മസാല വരുമ്പോഴായിരിക്കും റൈസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫിഷൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. കാരണം നമുക്ക് റൈസ് മിക്സ് ചെയ്യുമ്പം അത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചേർത്തിട്ടുള്ള ഫിഷിൻ്റെ പീസസൊക്കെ നമ്മൾ മാറ്റിയിട്ട് വെക്കുക. ഇതിന് ശേഷം ബാക്കിയുള്ള മസാലയിൽ നമുക്ക് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ആകുമ്പം ഫിഷ് ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ നമുക്ക് അങ്ങനെ കിട്ടും. ബാക്കിയുള്ള മസാലയുടെ ആ ടേസ്റ്റ് കംപ്ലീറ്റ് റൈസിലും കിട്ടും. അപ്പോൾ നമ്മളിത് റൈസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള കുറച്ച് റൈസും ഫിഷ് പീസസും വേറെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷ് പീസസ് കൂടെ വെച്ചിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തീ ഒത്തിരി കൂട്ടിയിടരുത്. കാരണം ഒരുപാടൊന്നും മസാലയിൽ വെള്ളമൊന്നുമില്ല, പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ വളരെ ചെറിയ തീയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ. അപ്പോൾ നമ്മളിവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി, കിങ്ഫിഷ് വെച്ചിട്ടുള്ള ബിരിയാണി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.